നമസ്കാരം. പ്രധാന വാർത്തകൾ. ക്രിസ്മസ് പുതുവത്സരാവധി. കേരളത്തിന് പുറത്തേക്ക് അധിക സർവീസുമായി KSRTC. ക്രിസ്മസ് പുതുവത്സര അവധി പ്രമാണിച്ച് KSRTC ഡിസംബർ 18 മുതൽ ജനുവരി 1 വരെ ബംഗളൂരു, മൈസൂർ, ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് അധിക സർവീസുകൾ നടത്തും. കോഴിക്കോട്, കണ്ണൂർ, കോട്ടയം, എറണാകുളം, പാലക്കാട്, തിരുവനന്തപുരം, അടൂർ, കൊട്ടാരക്കര, കൊല്ലം എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രത്യേക സർവീസുകൾ നടത്തുന്നത്. യാത്രക്കാരുടെ തിരക്കും സീറ്റ് റിസർവേഷൻ്റെ എണ്ണവും പരിശോധിച്ചായിരിക്കും സർവീസുകൾ നടത്തുക. ട്രെയിൻ നേരത്തെ പോയി. ഷൊർണൂറിൽ ട്രെയിൻ തടഞ്ഞ് പ്രതിഷേധിച്ച യാത്രക്കാർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിലമ്പൂരേക്കുള്ള ട്രെയിൻ നേരത്തെ പുറപ്പെട്ടതിനെ തുടർന്ന് പ്രതിഷേധിച്ച യാത്രക്കാർ കണ്ണൂർ ആലപ്പി എക്സ്പ്രസിൻ്റെ കണക്ഷൻ ട്രെയിനായ ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ നേരത്തെ യാത്ര തുടങ്ങിയതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ യാത്രക്കാർ ട്രെയിൻ തടഞ്ഞ് പ്രതിഷേധിച്ചതോടെ പകരം സംവിധാനം ഏർപ്പെടുത്തി നൽകി റെയിൽവേ. യാത്രക്കാർക്കായി 2 സ്വകാര്യ ബസ്സുകൾ റെയിൽവേ ഒരുക്കി നൽകി. 7:45 കണ്ണൂർ ആലപ്പി എക്സ്പ്രസ് ഷൊർണൂരിലെത്തുക. നിലമ്പൂരേക്കുള്ള യാത്രക്കാർ പിന്നീട് 8:15 യാത്രാ ട്രെയിനിലേക്ക് മാറിക്കയറും. വൈകിയാലും കണ്ണൂർ ആലപ്പി എക്സ്പ്രസ് ട്രെയിനിലെ യാത്രക്കാരെ കയറ്റിയ ശേഷമേ സാധാരണ ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ യാത്ര തുടങ്ങാറുള്ളൂ. പതിവിൽ നിന്നും വിപരീതമായി ട്രെയിൻ നേരത്തെ എടുത്തതോടെയാണ് യാത്രക്കാർ പ്രതിഷേധിച്ചത്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിട. 31 വർഷങ്ങൾക്കിപ്പുറം കുസാറ്റ് പിടിച്ചെടുത്ത KSU. കുസാറ്റ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSUവിന് വിജയം. 31 വർഷത്തിന് ശേഷമാണ് KSU കുസാറ്റ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. കുര്യൻ ബിജു ചെയർപേഴ്സണായും നവീൻ മാത്യു വൈസ് ചെയർപേഴ്സണായും തെരഞ്ഞെടുക്കപ്പെട്ടു. 15 പോസ്റ്റുകളിലേക്കാണ് മത്സരം നടന്നത്. കഴിഞ്ഞ തവണ 13 സീറ്റിലും SFI ആയിരുന്നു വിജയിച്ചത്. ഇത്തവണ KSU ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. കുസാറ്റിലെ വിജയം ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള വിദ്യാർത്ഥികളുടെ വിധിയെഴുത്താണെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി വിവാഹ അഭ്യർത്ഥന നടത്തി. പ്രതി അറസ്റ്റിൽ. പെരുമ്പാവൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി വിവാഹ അഭ്യർത്ഥന നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. അല്ലപ്ര മനക്കപ്പടി മനങ്ങാട്ടുകുടി വീട്ടിൽ അമൽ വിജയനാണ് പോക്സോ കേസിൽ പോലീസ് പിടിയിലായത്. വിവാഹിതനായ ഇയാൾ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെ റൗണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. നിരവധി കേസിൽ കുറ്റക്കാരനായ പ്രതി കാപ്പ ചുമത്തി കരുതൽ തടങ്കലിലായിരുന്നു. അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. തണ്ടേക്കാട് നിന്നുമാണ് പെരുമ്പാവൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ആലപ്പുഴയിൽ മദ്യലഹരിയിൽ മകൻ പിതാവിനെ കുത്തിക്കൊലപ്പെടുത്തി. ആലപ്പുഴയിൽ മദ്യലഹരിയിൽ മകൻ പിതാവിനെ കുത്തിക്കൊലപ്പെടുത്തി. ഹരിപ്പാട് ചേപ്പാട് സ്വദേശി സോമൻ പിള്ളയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മകൻ അരുണസ് നായരെ കരിയിലക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് വൈകിട്ടോടെയാണ് സംഭവം. മദ്യപിച്ചെത്തിയ അരുണും സോമൻ പിള്ളയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്ന് ഇരുവരും വീടിന് പുറത്തേക്ക് പോയി. പിന്നീട് ഏറെ സമയം കഴിഞ്ഞ് തിരിച്ചെത്തിയ അരുൺ അച്ഛൻ പുറത്ത് വീണ് കിടക്കുന്നു എന്നാണ് ഭാര്യയോട് പറഞ്ഞത്. ഇരുവരും ചേർന്ന് സോമൻ പിള്ളയെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആശുപത്രി എത്തിച്ചെങ്കിലും ഇയാൾ മരിച്ചു.